ഉത്തർപ്രദേശിലെ കർഷക സംഘടനകളുടെ പാർലമെന്റ് മാർച്ചിനിടെ കർഷകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡുകൾ അടക്കം സ്ഥാപിച്ച് ദില്ലിയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. और आ जाए उसके बाद ആദിൽ പാലോട് ചേരുന്നു വിശദാംശങ്ങളുമായി. ആദിൽ, രാജ്യ തലസ്ഥാനത്ത് വീണ്ടും കർഷകരുടെ രോഷ പ്രകടനമാണ് നമ്മൾ കാണുന്നത്. സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഇപ്പോഴും വലിയ പോലീസ് സന്നാഹമുണ്ട് അവിടെ. കർഷകർ മാർച്ചുമായി മുന്നോട്ട് തന്നെയാണോ? കർഷകർ മാർച്ചുമായി മുന്നോട്ട് തന്നെയാണ്. ദില്ലി ചലോ എന്ന പേരിലാണ് കർഷകർ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഭാരതീയ കിസാൻ പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് ഈ രൂപത്തിലുള്ള ഒരു മാർച്ച് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്നത്. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം കർഷകർ ദില്ലിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് അതിർത്തികളിൽ തടയുന്നു. ശംഭു അതിർത്തിയിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ മാർച്ച് തടഞ്ഞതും അത് വലിയ പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും മാറിയതും നമുക്കറിയാം. കർഷകരാകെ ദില്ലിയുടെ അതിർത്തി സംസ്ഥാനങ്ങളിലെ കർഷകർ ദില്ലി കേന്ദ്രമാക്കിയുള്ള ജാഥകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. വരുന്ന 6-ാം തീയതി പഞ്ചാബിൽ നിന്ന് വളരെ വലിയൊരു മാർച്ചായി തന്നെ കർഷകർ ദില്ലിയിലേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിന് മുന്നോടിയായപ്പോൾ കിസാൻ പരിഷത്തിന്റെ നേതൃത്വത്തിൽ വലിയ ആൾക്കൂട്ടം, അത് കർഷകർ ട്രാക്ടറിലും കാൽനടയായുമൊക്കെ ദില്ലിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതാണ് ഒരു സംഘർഷത്തോളം എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനാകും. പലയിടത്തും വലിയ തോതിൽ പോലീസ് വിന്യാസമുണ്ട്. 5000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സ്ഥലത്ത് വിന്യസിച്ചിരിക്കുന്നത്. ദില്ലിയുടെയും ഉത്തർപ്രദേശിന്റെയും അതിർത്തി പ്രദേശമായ നോയിഡയിലാണ് ഇപ്പോൾ സംഘർഷാവസ്ഥ ഉള്ളത്. സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് പാടുപെടുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ബാരിക്കേഡും കയറുകളും നിയന്ത്രണ രേഖകളെല്ലാം ഭേദിച്ച് കർഷകർ മുന്നോട്ട് നീങ്ങുന്നതും ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ആ നിലയിൽ വലിയ പ്രതിഷേധം കർഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ പരിരക്ഷ നൽകുക, ഒപ്പം കർഷക സമരവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ പിൻവലിക്കുക, വായ്പകൾ എഴുതിത്തള്ളുക, ആത്മഹത്യ ചെയ്ത കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക, പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുക എന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. പുതിയ കാർഷിക നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരങ്ങളും ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും നോയിഡ എന്നുള്ളത് ദില്ലിയിലേക്ക് കടക്കുന്ന, ഉത്തർപ്രദേശിൽ നിന്നും ദില്ലിയിലേക്ക് കടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ സമരം ഇങ്ങനെ തുടർന്നാൽ അത് ഗതാഗതത്തെ അടക്കം ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതൊരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ UP സർക്കാരിനും ദില്ലി സർക്കാരിനും ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നടക്കുന്ന സമരം അതൊരു മുന്നൊരുക്കം എന്ന നിലയിലുള്ള സമരം മാത്രമാണ്. 6-ാം തീയതിയാണ് വിവിധ സംഘടനകളുടെ, സംയുക്ത കിസാൻ മോർച്ച അടക്കമുള്ള വലിയ സംഘടനകളുടെ നേതൃത്വത്തിൽ പഞ്ചാബിൽ നിന്ന് ദില്ലിയിലേക്ക് ദില്ലി ചലോ മാർച്ച് നടത്തുന്നത്. ഈ വിധത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടതുപോലെ ദീർഘമായി നീണ്ടു നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന കർഷക സമരങ്ങൾക്ക് നാന്ദി കുറിക്കുകയാണോ ഇപ്പോഴുള്ള സമരം എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും സമരം കർഷകർ തുടങ്ങിക്കഴിഞ്ഞു. അത് പോലീസിന് നിയന്ത്രിക്കാവുന്നതിലും അധികം വീര്യത്തോടെ കർഷകർ പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ രാഷ്ട്രീയ പിന്തുണയും ഉണ്ടായിരുന്നു. ഇത്തവണ എന്താണ് സ്ഥിതി? ഇത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ഒരു മാർച്ചാണോ? മറ്റ് പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ എങ്ങനെയാണ് ഈ സമരങ്ങളെ കാണുന്നത്? കോൺഗ്രസിൻ്റെയൊക്കെ പിന്തുണയുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയായല്ല കർഷകർ എത്തുന്നത്. കർഷകർ ഇവർ മുന്നിൽ വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അത് ന്യായവുമാണ്. കാർഷിക നിയമപ്രകാരം പുതിയ നിയമമനുസരിച്ചുള്ള ആനുകൂല്യങ്ങളും നഷ്ടപരിഹാരവും നൽകണം. ഇതിനൊപ്പം ഏറ്റവും പ്രധാനമായി കർഷക സമരവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പിൻവലിക്കണം. കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ക്ഷേമ പെൻഷൻ നൽകുക എന്നതടക്കം ന്യായമായ ആവശ്യങ്ങൾ മുന്നിൽ വെച്ചുള്ള സമരമാണുള്ളത്. കോൺഗ്രസ് ഔദ്യോഗികമായ ഒരു നിലപാടിലേക്ക് ഈ ഘട്ടത്തിൽ എത്തിയിട്ടില്ല. സ്വാഭാവികമായും പിന്തുണയുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ സ്വതന്ത്ര കർഷക യൂണിയനുകളാണ് കർഷകരെ സംഘടിപ്പിച്ച് ദില്ലിയിലേക്ക് ദില്ലി ചലോ എന്ന പേരിൽ മാർച്ച് സംഘടിപ്പിക്കുന്നത്. അത് വലിയൊരു പ്രക്ഷോഭമായി, മൂവ്മെന്റായി മാറുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. വിനീത, ശരി, ഏതായാലും കർഷക പ്രക്ഷോഭം ഒരു ഇടവേളയ്ക്ക് ശേഷം അലയടിക്കുകയാണ് രാജ്യ തലസ്ഥാനത്ത്. ഇന്നിപ്പോൾ
മാർച്ചിൽ ഉന്തും തള്ളും ഉണ്ടായി. പോലീസ് തടയുകയും ചെയ്തിട്ടുണ്ട്. ബാരിക്കേഡുകൾ അടക്കം സ്ഥാപിച്ച് ദില്ലിയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ആദിൽ തുടരുന്നുണ്ട്. ആദിൽ, നോയിഡയിൽ നിന്നാണ് മാർച്ച് തുടങ്ങിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ നമുക്കറിയാം, മുൻപൊക്കെ കർഷക സമരങ്ങൾ ഉണ്ടാകുമ്പോൾ പല ഘട്ടങ്ങളിലായി കർഷകർ ദില്ലിയിലേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എവിടെ വരെ എത്തിയിരിക്കുന്നു മാർച്ച്? കാരണം കാൽനടയായും ട്രാക്ടറിലും ഒക്കെ തന്നെ കർഷകർ എത്തുന്നുണ്ടല്ലോ. വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം മുൻപത്തേതുപോലെ നമുക്കിപ്പോഴും കാണാൻ കഴിയുന്നുണ്ടോ? വലിയ ആളുകളുടെ പങ്കാളിത്തം ഈ സമരങ്ങളിലുണ്ട് എന്ന കാര്യത്തിൽ സംശയം ഇല്ല. മഹാമായ ഓവർബ്രിഡ്ജ്, ഈ ഒരു മേൽപ്പാലമുണ്ട് നോയിഡയ്ക്ക് തൊട്ടടുത്തായി. അവിടെ നിന്നാണ് ഈ സമരം ആരംഭിക്കുന്നത്. നോയിഡ, അത് ദില്ലിയിലേക്ക് കടക്കുന്ന അതിർത്തി മേഖലയാണ്. ജില്ലാ ബോർഡർ എന്ന് പറയുന്ന കൃത്യമായി ദില്ലിയിലേക്ക് കടക്കുന്ന ഭാഗത്ത് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് ഇവരെ തടയാനുള്ള സന്നാഹങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഒരുക്കിയിരുന്നു. 5000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ദില്ലി പോലീസിൻ്റേത് ഇവിടെ ഇതിനു മാത്രമായി നിയോഗിച്ചിരുന്നത്. അവരെ പോലും മറികടക്കുന്ന രൂപത്തിലേക്ക് വലിയ തോതിൽ കർഷകർ എത്തുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായി നമ്മൾ കാണേണ്ടതും. സമരം തുടങ്ങി കർഷകർ കൂട്ടമായി ഭാഗത്തേക്ക് എത്തുകയാണ്. പോലീസ് ഇപ്പോൾ നോയിഡയിൽ ഈ ദില്ലിയിലേക്ക് കടക്കുന്ന ഭാഗത്ത് തടഞ്ഞിരിക്കുകയാണ്. നോയിഡ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴും സമരം തുടരുന്നത്. വിനീത, നോയിഡ കേന്ദ്രീകരിച്ചുള്ള സമരം തന്നെയാണ് കാണുന്നത്. ഏതായാലും ദില്ലിയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. മാർച്ച് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ് പോലീസ്. ഏതായാലും വീണ്ടും കർഷക രോഷമാണ് നമ്മൾ ദില്ലിയിൽ നിന്നും കാണുന്നത്.